ഹലോ ഗായ്സ്, അപ്പോ ഇന്നും നമ്മളൊരു ട്രിപ്പിന് ഇറങ്ങിയേക്കാണ്. നമ്മൾ ഇന്ന് പോകുന്ന സ്ഥലം പൊന്മുടി. അതായത് നമ്മള് ആദ്യം എത്ര 2-3 തവണ ഞങ്ങള് പോയിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമ്മൾ ഉമ്മയായിട്ടാണ് കേട്ടോ പോകുന്നത്. ഉമ്മ നമ്മുടെ ട്രിപ്പ് കോർഡിനേറ്റർ ആയി ഇപ്പൊ, അല്ലേ അമ്മ? കഴിഞ്ഞ അമ്പനാട് അങ്ങനെ ഉണ്ടായിരുന്നു ഉമ്മ. ആ, അജ്മലും ഉണ്ട് കേട്ടോ. ഇപ്പൊ പോവല്ലേ? അപ്പൊ ബാക്കി എവിടെ ഇറങ്ങിയാലും ചായയും പരിപ്പും ഇല്ലാണ്ട് ഒറ്റ സ്ഥലത്ത് പോകും. നമ്മളങ്ങനെ ചായ കുടിക്കാൻ എത്തിയിട്ടുണ്ട്. നമ്മൾ തിരുവനന്തപുരം പോകുന്ന റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ പെണ്ണമ്പിള്ളക്ക് ചായ കുടിക്കാണ്ട് എവിടെയും പോക്ക് നടക്കൂല. അപ്പൊ ചായ ഞാനൊരു ഏത്തപ്പക്കാപ്പ് കൊടുത്തു, ഏത്തക്കാപ്പ് കൊടുത്തു. നീ എന്തെടുത്താ? നമ്മൾ ബൂസ്റ്റ് മേടിച്ചു. ഉമ്മക്കും ബൂസ്റ്റ് ആട്ടോ. ഉമ്മ വന്ന് ചായ മറന്ന്. ചായയോ ബൂസ്റ്റോ അമ്മ കുടിക്കുന്നത്? എങ്ങനെയുണ്ട്? നമുക്ക് ചേച്ചി കേട്ടോ ബൂസ്റ്റ് സെറ്റാക്കി തന്നെ. കട നമ്മുടെ പാലോട് വഴി പോകുമ്പോൾ അപ്പുറത്ത് റേഞ്ച് ഓഫീസ് ഉണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് പാലോട് വഴി ഇങ്ങനെ പോകുമ്പോൾ റേഞ്ച് ഓഫീസിൻ്റെ അത് വഴി പോകുമ്പോൾ സൈൻ ബോർഡ് കാണും 2 എണ്ണം, അവിടെയും ഇവിടെയായിട്ട്. ഈ റൂട്ടിൽ ഈ സൈൻ ബോർഡിൻ്റെ തൊട്ടടുത്തിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പം അടിപൊളി ചായയും അടിപൊളി കടിയുമാണ്. എന്തായാലും നിങ്ങൾ വരുന്ന വഴിക്ക് എന്ത് ചെയ്യുക, ഇവിടെ കയറുക. അടിപൊളിയാട്ടോ അവിടെ. നമ്മൾ ചായ കുടിച്ച് കഴിഞ്ഞു, ഇനിയിപ്പോൾ യാത്ര തുടങ്ങാം. അപ്പോൾ അടിപൊളി റൂട്ടാട്ടോ ഈ വരുന്നത്. നോർമലി നമ്മൾ ആദ്യം വന്നുകൊണ്ടിരുന്നത് റൂട്ട് വഴിക്ക് തിരുവനന്തപുരം പോയിട്ട് അവിടുന്ന് പൊന്മുടിയാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഈ അടുത്താണ് നമുക്ക് ഈ വഴി മനസ്സിലായത്. കടക്ക വഴി ചാടി തിരുവനന്തപുരം റൂട്ടിൽ തന്നെ വന്നവരെ പൊന്മുടി പോകുന്ന റൂട്ട്. ഇത് അങ്ങോട്ട് പോകുന്ന റൂട്ടുകളാണ് നോക്കണം നിങ്ങൾ. എന്താ വൈബെന്നറിയോ? റൂട്ട് മിസ് ചെയ്യരുത്. ഇത് ഇങ്ങനെ കാണുന്ന നടക്കുമല്ല, ഇതുവഴി വണ്ടി ഓടിച്ച് പോകുമ്പോ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അതിനോട് ചെയ്ത് നടക്കുമല്ല ഫീൽ കൊണ്ട് പാട്ടുകൾ. ഞങ്ങള് വിതുര എത്തി. ഇനി ഇവിടുന്ന് ഒരു 25 കിലോമീറ്റർ കൂടി ഉണ്ട്. നല്ല മേഘം, നല്ല രസമുണ്ട്. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ എക്സ്പീരിയൻസ് ഇല്ല പൊന്മുടി. ആദ്യമായിട്ടല്ലേ പോന്നാ? ആദ്യമായിട്ടല്ലേ പോന്നാ? നമ്മളിപ്പോ ഗൂഗിൾ മാപ്പിലല്ലേ പൊന്മുടി ലൊക്കേഷൻ നോക്കി വരുവാണെങ്കിൽ അതേ ലൊക്കേഷൻ വരുമ്പോ അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് വഴി വരാൻ പറ്റത്തില്ല. ഈ അടുത്ത് വരുന്നവരുടെ കാര്യമായിട്ട് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്നവർക്ക് നേരെ റോഡിൽ വരാം. ബോർഡ് സൈഡ് വെച്ചിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് ശ്രദ്ധിച്ചു വന്നാൽ മതി. കുറെ ചെറിയ റോഡ് വഴിയപ്പോ നിലവിൽ പോകുന്നുണ്ട്. ആലപ്പാറ റോഡാണ്. ആലപ്പാറ വിതുരന്നാണ് റോഡ് പണി മുകളിലോട്ട് കിടക്കുന്നത്. അപ്പൊ വിതുരന്ന് ഡൈവേഷൻ എടുത്ത് ആനപ്പാറ റോഡിലൂടെയാണ് ഇപ്പൊ നിലവിൽ പോകുന്നത്. നമ്മള് നല്ല റോഡല്ല, എല്ലാവരും പൊന്മുടിയിലോട്ടാന്നാണ് അതിന്റെ ഒരു നിഗമനം. പൊന്മുടി തന്നെ നല്ല ബ്ലോക്ക് കാണുമല്ലേ? മിക്കവാറും എക്സ്പെക്ട് ചെയ്യാം. ഞാൻ കേട്ടത് അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ എനിക്കൊരു മഴ പെയ്യണമെന്നുണ്ടായിരുന്നു. ചെറിയൊരു മഴക്കോളൊക്കെ ഉണ്ട്. ഞാൻ ആ വെയില് പ്രതീക്ഷ നിന്നെയാണ് കഴിച്ചത്. ഇവളുടെ ആശപ്രകാരം മിക്കവാറും മഴ പെയ്യും. വലിയൊരു മഴ പെയ്താൽ ഒരു രസം വരുത്തുള്ളൂ. നല്ല കാറ്റും നല്ലാണ്ട് തെങ്ങൊക്കെ കിടന്ന് ഓടുന്നു കിട്ടും. എന്റെ ആഗ്രഹം പ്രകാരം മഴ പെയ്യും. നല്ല ക്ലൈമറ്റ്, നല്ല ക്ലൈമറ്റ്, നല്ല കാറ്റും മഴയും. മഴ നനയോ? നനയും. ക്യാമറ ഓഫ് ആക്കി ഞാൻ പറയാം. ഇല്ല, നനയും. ഞാൻ നനയും. ഞാൻ നനയത്തില്ല, എനിക്ക് പനി പിടിക്കും. നല്ല തിരക്കുണ്ട് കേട്ടോ. ഗൈസ് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ 2-3 കാറുകൾ ഇട്ടിട്ടുണ്ട്.
നമ്മള് അങ്ങോട്ട് പോയിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. സംഭവം അത്യാവശ്യം ബ്ലോക്കുകൾ വീണ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരുക്ക വാങ്ങ് ആ സാധനം ഊരി തന്നെ എടുത്ത് വെച്ചേക്കുക. അവൾ ഒരുങ്ങണമെന്നുണ്ടെങ്കിൽ ഈ സാധനം എനിക്ക് ഊരി കിട്ടണം. കണ്ണാടി കാണാൻ വേണ്ടിയിട്ടാണ് അവളത് അവിടുന്ന് വലിച്ചു ഊരിയത്. അതുകൊണ്ടൊരുത്തങ്ങോട്ട് ഉറങ്ങുന്നു. തണുക്കുന്നാടാ. നമ്മുടെ ടിക്കറ്റ് ചാർജ് വരുന്നത് ആൾക്ക് 40 വെച്ചിട്ട് 4 പേര് 160. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കാർ ആയതുകൊണ്ട് 40 രൂപ കാറിൻ്റെ ഫീ. ടോട്ടൽ 200 രൂപയാണ് നമുക്ക് പൊന്മുടിയിൽ കാറുമായിട്ടൊരു 4 പേര് പോയി കഴിഞ്ഞാൽ ഫീ വരുന്നത്. ടിക്കറ്റ് എടുക്കാൻ നേരത്ത് മഴ ആയതുകൊണ്ട് അങ്ങോട്ട് ഓടിപ്പോണ്ടി വന്നു. അത്യാവശ്യം മഴ കൊണ്ടു. സംഭവം കുഴപ്പമില്ലെങ്കിൽ അവിടുത്തെ സൈഡിൽ നിന്ന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പോലീസുകാരൊക്കെ നല്ല മനുഷ്യന്മാരാണ്. ഞാൻ ടിക്കറ്റ് എടുക്കാൻ പോയപ്പം എന്നെ കുടയും കൊണ്ട് ടിക്കറ്റ് എടുപ്പിച്ചു. അതുപോലെ തന്നെ തിരിച്ച് കാറിൽ ഞാൻ മഴ നിന്നപ്പം തിരിച്ച് കാറിലോട്ടും ഒരു പോലീസുകാരൻ അവിടെ ഇരിക്കുന്ന ഒരു സെക്യൂരിറ്റി നമ്മൾ എന്ത് ചെയ്തു, കാറിലോട്ട് കുടയിൽ കൊണ്ടുവിട്ടു. നല്ല മനുഷ്യന്മാരാണ് അവിടെ ഉള്ളത്. നമ്മളിപ്പം പൊന്മുടി ഹെയർ പിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ എത്ര 22 ഹെയർ പിന്നുകളാണ് ഉള്ളത്. ഇപ്പൊ നമ്മള് 10 എണ്ണം കഴിഞ്ഞു. മഞ്ഞില്ല ഗൈസ്, മഞ്ഞില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടെയൊക്കെ കയറുന്ന നല്ല മഞ്ഞും നല്ല കോടയായിരുന്നു. അവിടെ കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ തേയിലത്തോട്ടാട്ടോ, അവിടെയൊക്കെ തേയിലത്തോട്ടമാണ്. ടാസ്ക് ആണ്. അതെല്ലാം തേയിലയാണ്, മൊത്തം തേയിലയാണ്. ലാസ്റ്റ് ഹെയർ പിന്നും കൂടെ കയറുവാണ്. അങ്ങനെ നമ്മൾ 22ാമത്തെ ഹെയർ പിന്നും കഴിഞ്ഞു. നമ്മളിതാ ഇവിടെ ടോപ്പിൽ എത്താറാകുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റ് ഇവിടെ 2-3 സ്റ്റാഫ് കൂടെ കാണും. അപ്പൊ അവർക്ക് നമ്മൾ ആ ടിക്കറ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പം അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് എങ്കിലും കളയരുത്, അത് കയ്യിൽ തന്നെ വെച്ചേക്കണം. ഗൈസ് നല്ല മഞ്ഞൊക്കെ ഉണ്ട്, വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരി പോവാം. നമ്മൾ പോകുന്ന വഴിക്കൊരു പോലീസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ ടോപ്പിലെത്തി. അപ്പം ഇവിടെ കുറച്ച് പേര് നിൽപ്പുണ്ട്. അവിടെ കുറച്ച് കേട്ടോ. ഇനി വണ്ടി നമ്മൾ മുകളിലെങ്ങാനും പാർക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. നോക്കി മൊത്തവും 2 വീലേഴ്സാണ് ഇവിടെ ഉള്ളത്. വഴി കാണിച്ചു തരും. മൊത്തവും വണ്ടികളാണ് ഇവിടെ. നമ്മളങ്ങനെ പൊന്മുടി എത്തിയിരിക്കുകയാണ് അല്ലേ? ഫുഡ് കഴിക്കണ്ടേ? നമുക്കിനി ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട്